അസ്സലാമു അലൈക്കും. ജാസ്മിൻസ് ഹോം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പച്ചമാങ്ങ ജ്യൂസിൻ്റെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മൂത്ത മാങ്ങയാണ്. അപ്പം ജ്യൂസ് എടുക്കുമ്പോൾ നന്നായിട്ട് മൂത്ത മാങ്ങ മാത്രം എടുക്കുക, ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ജ്യൂസിന് നല്ല പുളിയായിപ്പോവും. ഞാനിതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് പുതിനയില, പച്ചമുളക്. ഇതിൽ തന്നെ പച്ചമുളക് നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ നിർബന്ധമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര, ഇത്രയും മാത്രം മതി നമുക്ക് ഈ ഒരു ജ്യൂസ് തയ്യാറാക്കിയെടുക്കാൻ. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാങ്ങ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു മുളകിന് വലിയ എരിവില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചേർത്ത് കൊടുക്കുന്നത്. എരിവുള്ള മുളകൊക്കെ ആണെങ്കിൽ വളരെ ചെറിയൊരു പീസ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 പീസ് പുതിനയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ജ്യൂസ് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ കുറച്ച് മധുരം കുറവുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടെ പഞ്ചസാര ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്നുകൂടെ അടിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പച്ചമാങ്ങ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ജ്യൂസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.